നമുക്ക് ഈ ഒരു പോസ്റ്ററിൽ ഈ ഒരു മൾട്ടി കളർ എഫക്ട് എങ്ങനെയാ വേഗം കൊടുക്കാൻ നോക്കിയാലോ. ഈ ഒരു വീഡിയോ മിസ് ആവാതിരിക്കാൻ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് പേജ് ഒന്ന് ഫോളോ ചെയ്യാം. ഹലോ ഡിസൈനേഴ്സ്, ദിസ് ഈസ് ഡേ 28 ഓഫ് 100 Day 100 ഫോട്ടോഷോപ്പ് ടിപ്പ് സീരീസ്. അപ്പൊ നമുക്ക് ഡിസൈനിങ്ങിലേക്ക് കാണുന്നാലോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഇമേജ്. ഈ ഇമേജിന്റെ ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതിനുശേഷം Ctrl+Shift+U ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ഒരു എഫക്ട് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഇവിടെ ഒരു സോളിഡ് കളർ കൊടുത്തു. സോളിഡ് കളറിൽ ഈ ഒരു റെഡ് കൊടുത്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. എന്നിട്ട് അതിനെ ഞാൻ ബ്ലെൻഡിങ് മോഡ്സിൽ കളറാണ് കൊടുത്തത്. ബ്ലെൻഡിങ് മോഡ്സിൽ ഞാൻ കളർ കൊടുത്തു. ആ എഫക്ട് വന്നിട്ടില്ലേ, നൈസ്. എഗെയിൻ ഞാൻ അടുത്തൊരു സോളിഡ് കളർ കൊടുത്തു. സോളിഡ് കളറിൽ ഞാൻ ഒരു ബ്ലൂ ആണ്, ഈ ഒരു ബ്ലൂയിഷ് ടിൻറ്റാണ് കൊടുക്കുന്നത്. ബ്ലൂയിഷ് ടിൻറ്റ് കൊടുത്തതിന് ശേഷം എഗെയിൻ ഞാൻ ഇവിടെ എഫക്ട് ബ്ലെൻഡിങ് മോഡ്സിൽ കളർ കൊടുത്തു. കളർ കൊടുത്തതിന് ശേഷം നേരെ ഇവിടെ വരിക, സ്വിച്ച് ചെയ്യുക. ഇവിടെ ബ്ലാക്ക് ആയിരിക്കണം. അതിനുശേഷം പിന്നെ ബ്രഷ് ടൂൾ എടുക്കുക. ഈ ഒരു ലെയർ മാസ്കിൽ ക്ലിക്ക് ചെയ്യുക, ബ്രഷ് ടൂൾ എടുക്കുക. ബ്രഷ് ടൂൾ എടുത്തതിന് ശേഷം ഒന്ന് ആ എഡ്ജ് ചേർത്ത് ഒന്ന് വരച്ചു കൊടുക്കുക. എഡ്ജ് ചേർത്ത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. എഡ്ജ് ചേർത്ത് വരച്ചപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടി. യെസ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിനൊരു ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് ബിഫോർ, ഇതായിരുന്നു ആദ്യത്തെ ഇമേജ് വിച്ച് വാസ് കളർ. അതിനെയാണ് നമ്മൾ Ctrl+Shift+U അടിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയത്. ദിസ് ഈസ് ആഫ്റ്റർ ആൻഡ് ദിസ് ഈസ് ബിഫോർ. ദിസ് ഈസ് ആഫ്റ്റർ ആൻഡ് ദിസ് ഈസ് ബിഫോർ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്.